സ്നേഹിതരെ, ഇന്ന് നാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ 11ാം ഭാഗത്തോട്ട് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്തോട്ട് പ്രവേശിക്കാം. പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥന ശ്രവിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ഭാഗമൊന്ന് നോക്കാം. കർത്താവിൻ്റെ തിരുശരീരമെടുത്ത് വാഴ്ത്തുവാൻ പോകുന്ന നിമിഷങ്ങൾ അടുത്തു വരികയാണ്. അയോഗ്യനായി എന്നെ ഇതിന് യോഗ്യനാക്കണമേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് എളിമയോടെ പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ലോകം മുഴുവൻ യേശുവിൽ വിശ്വസിക്കുന്നതിനായി പ്രാർത്ഥിക്കണം. പുരോഹിതൻ ഒരിക്കൽ കൂടി ബലിപീഠം ചുംബിച്ച് കൈകൾ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സുന്ദരമായ പ്രാർത്ഥനയാണ്, ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മറ്റൊരു പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയ്ക്ക് തുല്യമാവില്ല. ഇതുപോലെ നന്ദി പ്രകാശനം നടത്തുന്ന, ഇതുപോലെ കരുണയാചിക്കുന്ന, ഇതുപോലെ കരുണ വർഷിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയില്ല. ഈ ദൈവകരുണയെക്കുറിച്ചും അവിടത്തേക്കുള്ള നന്ദി പ്രകാശനത്തെക്കുറിച്ചും എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ പല പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നത്. പുരോഹിതനോടൊപ്പം നാം എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന കർമ്മമാണ് വിശുദ്ധ കുർബാന. കാർമ്മികൻ ജനങ്ങൾക്ക് സമാധാനം ആശംസിച്ചതിന് ശേഷം ശുശ്രൂഷകൻ ഇപ്രകാരം പറയുന്നു: സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ അടുത്ത് നിൽക്കുന്നവരെ ക്രിസ്തുവിനെ പോലെ കണ്ട് ക്രിസ്തുവിനെ കൊടുക്കുന്ന നിമിഷമാണ് പരസ്പര സമാധാന ആശംസയുടെ സമയം. സമാധാനം ആശംസിക്കുന്നതും തിരിച്ച് സമാധാനം ആശംസിക്കുന്നതുമായ വ്യക്തികൾ അനേകം പേരുടെ പ്രതിനിധിയാണെന്ന് ഓർക്കണം. തനിക്കാരോടും വെറുപ്പും പിണക്കവുമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് പരസ്പര സമാധാന ആശംസ. ഒരു പുഞ്ചിരിയോടുകൂടി പരസ്പരം സമാധാനം ആശംസിച്ചാൽ നന്നായിരിക്കും. ശുശ്രൂഷൻ ചൊല്ലുന്ന പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങൾ ശ്രവിക്കാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഇവിടെ നടക്കുന്ന ദിവ്യരഹസ്യങ്ങളെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണണം. വിശുദ്ധ കുർബാനയുടെ അതിപ്രധാന സമയത്ത് എത്ര ആദരവോടെ ആയിരിക്കണമെന്ന് ശുശ്രൂഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ബലി അർപ്പിക്കാൻ തന്നെ യോഗ്യനാക്കണമേ എന്ന് പുരോഹിതൻ വീണ്ടും ദൈവത്തോട് യാചിക്കുകയാണ്. ഇതിനുശേഷം കാർമ്മികൻ കാഴ്ചവസ്തുക്കൾ മൂടിയിരുന്ന ശോശാപ്പയെടുത്ത് അവയ്ക്ക് ചുറ്റും വയ്ക്കുന്നു. ഉദ്ധിതനായ ഈശോ നമുക്ക് തരുന്ന സംരക്ഷണത്തിൻ്റെ കോട്ടയായി ഇതിനെ കാണണം. കാരണം കാഴ്ചവയ്പ്പിൻ്റെ സമയത്ത് നാം സമർപ്പിച്ചതെല്ലാം ആ കാസായിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഇതിനുശേഷം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പുരോഹിതൻ ചൊല്ലിക്കൊണ്ട് തിരുവസ്തുക്കളെ ആശീർവദിക്കുന്നു. ഈ അപ്പത്തിലും വീഞ്ഞിലും ദൈവജനത്തെയും അവരുടെ നിയോഗങ്ങളെയും കാണുന്നതുകൊണ്ടാണ് പുരോഹിതൻ ദൈവജനത്തിൻ്റെ നേരെ നോക്കി ആശീർവദിക്കാതെ ഈ തിരുവസ്തുക്കൾ ആശീർവദിക്കുന്നത്. കാർമ്മികൻ കൈകൾ ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സ്വർഗം തുറക്കപ്പെടുന്ന സമയമാണിത്. കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനം 3:2 ഇപ്രകാരം പറയുന്നു: ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. സ്വർഗത്തിലുള്ള ഉത്ഥിതനെ കാണുന്നതിന് ആഗ്രഹിക്കണം. സ്വർഗത്തിൽ നടക്കുന്ന ബലിയിലേക്ക്, ഉയരങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് തൻ്റെ കുരിശുമരണം കാഴ്ചവെച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപിയായ എന്നെ ന്യായീകരിക്കുന്ന ഈശോയെ മനസ്സിൽ കാണാം. ഞാൻ ഇവരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി. അതുകൊണ്ട് പിതാവേ, ഈ ദൈവജനത്തോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ ഈ ദേവാലയത്തിൽ
ഈ ബലിയർപ്പണ സമയത്ത് എൻ്റെ ഈശോയുടെ എന്നോടുള്ള സ്നേഹം, എൻ്റെ ഈശോയുടെ എന്നോടുള്ള കരുണ നമുക്കൊന്നറിയാം. എൻ്റെ ശാപം അവനെടുത്തു, എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ ദാരിദ്ര്യം അവനെടുത്തു, അവൻ്റെ സമ്പന്നത എനിക്ക് തന്നു. എൻ്റെ പരാജയം അവനെടുത്തു, അവൻ്റെ വിജയം എനിക്ക് തന്നു. എൻ്റെ പാപം അവനെടുത്തു, അവൻ്റെ നീതി എനിക്ക് തന്നു. ഇങ്ങനെ ദൈവവും ദൈവജനവും തമ്മിലുള്ള ദൈവികമായ കൈമാറ്റമാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് പകരക്കാരനായ ഈശോയെ, ആ കുഞ്ഞാടിനെ നാം കാണണം. പാപമോചനം, നിത്യജീവൻ, ആത്മാക്കൾക്കായുള്ള ദാഹം, ദൈവരാജ്യത്തിനു വേണ്ടിയുള്ള അഭിനിവേശം, നിത്യരക്ഷ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തുടങ്ങിയ ആത്മീയ കാര്യങ്ങൾ നാം ഈ സമയത്ത് ചോദിക്കണം. നശിച്ചു പോകുന്ന കാര്യങ്ങൾ ചോദിക്കാതെ നിലനിൽക്കുന്ന കാര്യങ്ങൾ ചോദിക്കാനാണ് ഈ സമയം ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ ഭാഗമൊന്ന് വിചിന്തനം ചെയ്യാം. പുറപ്പാട് 3:6 ഇപ്രകാരം ദൈവം മോശയോട് പറയുന്നു: ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം, അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം, അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ദൈവം, അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുന്ന ദൈവം. ഇതാണ് നമ്മുടെ ദൈവം. ഇങ്ങനെയൊരു ദൈവത്തെയാണ് നാം പഴയ നിയമത്തിൽ കണ്ടുമുട്ടുന്നത്. ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയവികാര വിചാരങ്ങൾ ഉയർത്തുവാനാണ് പുരോഹിതൻ ആവശ്യപ്പെടുന്നത്. എൻ്റെ നൊമ്പരങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ എല്ലാം അറിയുന്ന എൻ്റെ ദൈവം, ഈ ദൈവത്തെയാണ് നാം വിശുദ്ധ കുർബാനയിൽ കണ്ടുമുട്ടുന്നത്. നാം ഇത് വിശുദ്ധ കുർബാനയിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അബ്രഹത്തിന് കിട്ടിയ അനുഗ്രഹം ഈ സമയം ഓർക്കുന്നത് നന്നായിരിക്കും. ഉൽപ്പത്തി 12:12 ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. യേശുക്രിസ്തു കുരിശിൽ മരിച്ചതിൻ്റെ ഫലമായി ഈ അനുഗ്രഹം തലമുറകളിലേക്ക് കൈമാറുന്നു. അങ്ങനെ ഈ വലിയ അനുഗ്രഹം പാപിയായ നിസ്സാരയായ എനിക്കും കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇത് ഷെയർ ചെയ്ത് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുകാരാവാം. താങ്ക് യു.